പ്രിയപ്പെട്ടവരെ, ആ കബറിലേക്ക് ജനാസ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലാവരും മണ്ണ് വാരിയിടുമല്ലോ, പലക നിരത്തുമല്ലോ, മണ്ണ് വെട്ടിയിടുമല്ലോ. ആ കബറിന്റെ ചാരത്ത് നിൽക്കുന്നവർ 7 ചുവട്ടടി വെച്ച് കഴിഞ്ഞാ സുബ്ഹാനല്ലാഹ്, കബർ ഞെരിക്കുകയാ. 2 ഭാഗത്ത് നിന്ന് കബറങ്ങ് അടുക്കുകയാണ്. കബറിന്റെ സ്വഭാവമാണ് സ്വീകരിക്കുമല്ലോ. വീട്ടിൽ വരുന്നവരോട് സലാം പറഞ്ഞു മുസാഫഹത്ത് ചെയ്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുമല്ലോ. ഇതുപോലെ കബറിനൊരു സ്വഭാവമുണ്ട്. അതാര് ചെന്നാലും കെട്ടിപ്പിടിക്കുമടോ, ആര് ചെന്നാലും കെട്ടിപ്പിടിക്കുമടോ. അത് സാധാരണ ഒരു കെട്ടിപ്പിടുത്തമല്ല. വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ മരിച്ച മനുഷ്യനാകട്ടെ, അവനെയും കബറ് കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ കബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അല്ലാഹുവേ, നബി തങ്ങൾ പറഞ്ഞല്ലോ, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയത് സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോഴാണ്. ആ ചെറുപ്പക്കാരന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ നബി തങ്ങൾ പറയുകയാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, പറ സഹാബ സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോട് ചോദിച്ചു, എന്തേ നബിയേ, എന്തത്ഭുതമാണ് കണ്ടത്, എന്തത്ഭുതമാണ് കണ്ടത്? സഹാബ, എന്റെ സഅദ് ഇബ്നു മുആദിനെ ഖബർ ഞെരുക്കി സഹാബ. അത് കണ്ടപ്പോഴാ ഞാൻ അവിടെന്ന് പറഞ്ഞു പോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ല ഒരു മനുഷ്യന്റെ ജനാസ ഖബറിൽ കൊണ്ടുവച്ചാ ഉമ്മയ്ക്ക് സ്നേഹം കൂടുമ്പോ, ഉമ്മാന് സ്നേഹം കൂടുമ്പോ അതാ തന്റെ മക്കളെ കെട്ടിപ്പിടിക്കുമല്ലോ. ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നല്ലവരെ ഖബർ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, മരിച്ച മനുഷ്യന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? വിളിച്ചു പറയുകയാ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കടോ. പടച്ചവനെ, ജനാസ വിളിച്ചു പറയും, അത് ജനാസയുടെ ആഗ്രഹമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 2024 കടന്നിട്ട് ഒരു വയസ്സുകൂടെ കൂടിയ വാപ്പാ, നിനക്ക് മരണം പറയുന്നത് ഇഷ്ടമല്ല, നിനക്ക് മരിക്കാൻ പേടിയാണ്, മരണമെന്ന് പറയുന്നത് പോലും നിനക്ക് പേടിയാണ്. എത്ര പേടിച്ചാലും മരണം വരും വാപ്പാ, വരണ്ട സമയത്ത് വരുമല്ലോ. എന്തേ ചരിത്രം വായിക്കാത്തത്, എന്തേ ചരിത്രം പഠിക്കാത്തത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, നിനക്കറിയുമോ ആ സ്വഹാബിയുടെ ചരിത്രം? ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോവുകയാ. രാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, വാ കൂട്ടുകാരാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കുകയാണ്. എന്നിട്ട് എവിടെ പോയെന്നറിയുവോ? ന്യൂ ഇയർ ആഘോഷിക്കാനല്ല, പടക്കം പൊട്ടിക്കാനല്ല, ഗാനമേള കേൾക്കാനല്ല, പെണ്ണുങ്ങളുടെ തുള്ളല് കാണാനല്ല. പാതിരാത്രി കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. 2 പേരും കൂടെ പോയടോ.
ഒറ്റയ്ക്ക് പോയി ഒരു സ്ഥലത്തിരുന്നു. എന്നിട്ട് വുളുവെടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറയുകയാ, സഅദ് ഇബ്നു അബീ വഖാസ്, നമ്മൾ നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടത് നീ അല്ലാഹുവോട് ദുആ ചെയ്യൂ. ഞാൻ ആമീൻ പറയാ, ഞാൻ ആമീൻ പറയാ. അത് കഴിഞ്ഞ് ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയണേ. 2 കൂട്ടുകാരും തീരുമാനിച്ചു. പടച്ചവനേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ പാതിരാത്രിയിൽ ഇരുന്ന് ദുആ ചെയ്യുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു രാത്രി പോയിട്ട് പറഞ്ഞു വരാൻ. രണ്ടുപേരും പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാ. രാത്രി പോയി വിളിച്ചിറക്കി. ഗാനമേളയ്ക്ക് പോകാനൊന്നുമല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് വേറെ പല കാര്യങ്ങൾക്കുമാണ്. അങ്ങനെ വിളിച്ചിറക്കി. രണ്ടുപേരും കൂടെ പോയി നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, നിനക്ക് വേണ്ടത് നീ ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാം. എനിക്ക് വേണ്ടത് ഞാൻ ദുആ ചെയ്യാം, നീ ആമീൻ പറയണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, നാളെ ഞാൻ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാ. ഒരു നല്ല ശത്രുവിനെ എനിക്ക് തരണം, ഒരു യോദ്ധാവായ ശത്രുവിനെ എനിക്ക് തരണം. പടച്ചവനെ, ഞാൻ അവനോട് യുദ്ധം ചെയ്തിട്ട് അവനെ ഞാൻ പരാജയപ്പെടുത്തണം. എനിക്ക് അവനെ കൊല്ലണം തമ്പുരാനെ. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ഒരു നല്ല ശത്രുവിനെ എനിക്ക് തരണം. എനിക്ക് അവനെ കീഴ്പ്പെടുത്തണം. എനിക്ക് അവനെ കൊല്ലണം. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറഞ്ഞു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ ദുആ ചെയ്യാം, നീ ആമീൻ പറയണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, പടച്ചവനെ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോകുകയാ. ഏറ്റവും കഴിവുള്ള, എന്നെക്കാളും യോദ്ധാവായ, ക്രൂരനായ ഒരു എതിരാളിയെ നീ എനിക്ക് തരണം. കരുണയില്ലാത്ത, അല്ലാഹുവേ പടച്ചവനെ, കരുണയില്ലാത്ത, എന്നെക്കാളും ശക്തനായ ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവനെ. അല്ലാഹുവേ, അവൻ എന്റെ കാല് വെട്ടി മുറിക്കണം തമ്പുരാനെ, അവൻ എന്റെ കൈ വെട്ടി മുറിക്കണം തമ്പുരാനെ, എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാനെ. അല്ലാ, എന്റെ ചെവി മുറിച്ചിട്ട് നൂലിൽ കെട്ടി തൂക്കിയിടണേ അല്ലാ. ചെറുപ്പക്കാരാ, KGF-ന്റെ കഥയല്ലടാ പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കി കൊണ്ടുപോയി നിസ്കാരപ്പായിലിരുത്തിയിട്ട് അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, എനിക്കെതിരായി വരുന്ന യോദ്ധാവ് എന്റെ കൈകാലുകൾ വെട്ടി മുറിച്ചു മാറ്റണം പടച്ചവന്. അവൻ എന്നോട് കരുണ കാണിക്കല്ല അല്ലാ, അവൻ എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം. എന്റെ ചെവി മുറിച്ചാ പോരാ, അവനത് കെട്ടിത്തൂക്കണം പടച്ചവന്. ഇതുപോലെ ആ ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്ന് എനിക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. പറചങ്ങാതി, നീ ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ദുആ ചെയ്യുമ്പോ നീ ആമീൻ പറയണം. എന്തിനാണെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ പറയാൻ എന്തെങ്കിലും വേണമല്ലോ. അല്ലാഹുവേ, അവിടുന്ന് ദുആ ചെയ്ത് രണ്ടുപേരും പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്തതുപോലെ പടച്ച റബ്ബ് ദുആ സ്വീകരിക്കുകയാ. ഒരു നല്ല എതിരാളിയെ കിട്ടി, ഒരു യോദ്ധാവിനെ കിട്ടി. ആ മനുഷ്യനെ അവിടുന്ന് പടച്ചവനെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ അവിടുന്ന് വധിക്കുകയാ. വലിയ സന്തോഷമായി. പക്ഷേ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഓടുകയാ. ഇന്നലെ പാതിരാത്രി എന്റെ കൂടെ ഇരുന്ന് ദുആ ചെയ്ത എന്റെ കൂട്ടുകാരന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ കടന്നു ചെല്ലുമ്പോ കാണുന്നടാ ചെറുപ്പക്കാരാ, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, മൂക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, തന്റെ ചെവി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ശരീരം മുഴുവനും തുണ്ടം തുണ്ടം
തുണ്ടമായി വെട്ടി നുറുക്കിയിരിക്കുകയാ. ജീവനുണ്ട് ചെറുപ്പക്കാരാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ജീവനുണ്ടായിരുന്ന ചെറുപ്പക്കാരാ. ഓടിയടുത്തേക്ക് ചെന്നടോ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചെന്നപ്പോ അവിടെന്ന് പറഞ്ഞു, കൂട്ടുകാരാ, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ, നീ എനിക്ക് സാക്ഷിയാ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹുവേ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ എന്റെ കണ്ണ് തന്നല്ല, എന്റെ കൈകാലുകൾ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുത്തല്ലോ, എന്റെ ചെവി കൊടുത്തിറപ്പേ, എന്റെ മൂക്ക് കൊടുത്തിറപ്പേ, എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിറപ്പേ എന്ന് പറയാൻ എനിക്ക് കഴിയുമല്ലോ, അതുകൊണ്ട് നീയാണ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്ന് ഷഹീദായെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നടോ, അവർക്ക് മരിക്കാൻ ഭയമില്ലായിരുന്നു. പക്ഷേ നമ്മൾക്ക് പടച്ചവനെ ഓരോ കൊല്ലം കഴിയുമ്പോഴും സ്വഭാവത്തിന് മാറ്റമില്ലടോ. വീണ്ടും നമ്മൾ മോശമായ ചുറ്റുപാടുകളിലാണ്, മോശമായ സ്വഭാവമാണ്, അഹങ്കാരം കൂടുകയാണ്, ധിക്കാരം കൂടുകയാണ്. മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയില്ലല്ലോ. പ്രായമുള്ളവനുമില്ല, ചെറുപ്പക്കാരനുമില്ല, എല്ലാവരും അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുകയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാ ഉസ്താദ്, ജീവിതം സുഖിക്കാനുള്ളതാ ഉസ്താദ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? എല്ലാവരും പറയുന്നത് സ്വപ്നലോകത്താ നമ്മൾ ജീവിക്കുന്നതെന്ന്. ഇല്ലടാ ചെറുപ്പക്കാരാ, ഇല്ലടാ ചെറുപ്പക്കാരാ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് ഓതി നോക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ വീട്ടിലുണ്ടല്ലോ, നീ പോയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ഈ ചെറിയ സൂറത്ത് നീ ഒന്ന് ഓതി നോക്ക്, അതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ലവരെ പോലെ വേണം മരിക്കാൻ, നന്മകൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ പോലെ നന്മകൾ ചെയ്തിട്ട് പോയാൽ നീ ഭയപ്പെടണ്ട. നീ വിളിച്ചു പറയും, എന്നെ കൊണ്ടുപോകണേ, എന്നെ കൊണ്ടുപോകണേ, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി നിങ്ങളെ കബറിൽ കൊണ്ടുപോയി ഒന്ന് കബറടക്കടേ. ഭയമില്ലടോ, കബർ പേടിയില്ലടോ, കബറിൽ പോകാ ഭയമില്ലടോ. കാരണം അവര് ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്തു വെച്ചിരിക്കുകയാ. സമസ്ത ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, SKSSFന്റെ മക്കളുണ്ടല്ലോ, കായുടെ ചെറുപ്പക്കാരുണ്ടല്ലോ. മക്കളെ, നിനക്ക് സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ചറിയുമോ? അല്ലാഹുവേ, മഹാനായ ശൈഖുനാ അതാ പടച്ചവനെ കോയക്കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ച മഹാരാ. നിനക്കറിയുവോ, നിനക്കറിയുവോ ചെറുപ്പക്കാരാ, ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടു, വീട്ടിലെ കബറ് കുടിച്ചിട്ടിട്ടുണ്ട്. പടച്ചവനെ, കോയക്കുട്ടി ഉസ്താദ് അല്ലാഹുവേ വീട്ടിലെ കബറ് കുടിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടപ്പോ ഒരിക്കലാ കാണാൻ പോയടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഉസ്താദിന്റെ വീട്ടിൽ രോഗം പിടിച്ച് കിടക്കുമ്പോ അവിടെ കാണാൻ പോയി. അവസാനം അവിടെ ദുആ ചെയ്തിട്ടിറങ്ങുമ്പോ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു വഅദ് കേട്ടു, അതാ കബറ് കുടിച്ചിട്ടിട്ടുണ്ടെന്ന്, സത്യമാണോ എന്ന് ചോദിക്കുമ്പോ തന്റെ വീടിന്റെ മുമ്പിൽ ഒരു ചിതാവോടിട്ട ഒരു ഷെഡ് കണ്ടു. പടച്ചവനെ, ചെന്ന് നോക്കുമ്പോ ജീവിച്ചിരുന്നപ്പോ വീടിനകത്ത് കബറ് കുടിച്ചിട്ടിരിക്കുകയാ മോനെ. എന്നിട്ട് എല്ലാവരും വന്ന് നോക്കുന്നത് കാരണം പലക നിരത്തിയിട്ട് മണ്ണിട്ട് വെച്ചിരിക്കുകയാ. ജീവിച്ചിരുന്നപ്പോഴേ കബറ് കുടിച്ച മഹാനാട് പടച്ചവനെ, മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്. റബ്ബേ, അവിടത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്.
നമ്മുടെ നേതാക്കന്മാരങ്ങനെ ചെറുപ്പക്കാരാ. പക്ഷേ ഇന്നത്തെ യുവത്വം പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ബഹുമാനായ ഉസ്താദ് പറഞ്ഞല്ലോ, മോനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലോ, ആവശ്യമില്ലാത്ത ചർച്ചകളുടെ പുറകിൽ നടക്കല്ലോ. നേതൃത്വം എന്താണോ പറയുന്നതനുസരിക്കണേ മോനെ. എല്ലാവരും എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത്. രാജ്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ ഉമ്മത്ത് ഐക്യപ്പെടേണ്ട സമയത്താണ് ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പലർക്കും തമ്മിലടിപ്പിക്കാനാണ്, മുസ്ലിമീങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വൻ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാ. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ തലയിടരുത്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയരുത്. മോനെ നേതൃത്വം എന്ത് പറയുന്നോ അതനുസരിക്കലാണ് ഒരു അനുയായിക്ക് വേണ്ട ഗുണമതാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ എല്ലാവരും ബാംഗ്ലൂരിൽ പോകാൻ കാത്തിരിക്കുകയാ. 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം കേൾക്കാൻ ദിവസങ്ങൾ എണ്ണിയിട്ട് കാത്തിരിക്കുകയാ. അല്ലാഹുവേ, ആ സമ്മേളനം നീ വിജയിപ്പിക്കണേ അല്ലാ. പോകണം ചെറുപ്പക്കാരാ, പോകണം ചെറുപ്പക്കാരാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയം മാറ്റിവെച്ചിട്ട് പോകണം പൊന്നുമോര്. ഇത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണടാ. ഇത് അല്ലാഹു തരുന്ന ഒരവസരമാ. പടച്ചവനെ സയ്യിദന്മാര് വിളിച്ചാ, പടച്ചവനെ സമസ്ത വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി ഏത് കാട്ടിലാണെങ്കിലും പോകണം ചെറുപ്പക്കാരാ. അത് നമ്മുടെ നേതൃത്വം വിളിക്കുന്നതാണ്, സയ്യിദന്മാര് വിളിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. റബ്ബേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, മരിക്കാൻ പേടിയില്ലായിരുന്നു, മരിക്കാൻ ഭയമില്ലായിരുന്നു. അവര് റെഡിയായിരിക്കുകയാണ്, എപ്പോ വേണമെങ്കിലും പോകാൻ അവര് തയ്യാറായിരിക്കുകയാ. പടച്ചവനെ, നമുക്ക് ആ ചിന്തയുണ്ടോ? ആ ബോധം നമുക്കുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി, നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ ഉസ്താദുമാർക്കൊക്കെ അറിയാം. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ, കോഴിക്കോട്ടി ഉസ്താദ്. ഞാൻ ഉസ്താദ് രോഗം പിടിച്ച് കിടക്കുമ്പോൾ ഒരു പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ കബറ് കുഴിച്ചിട്ടുണ്ട്, അടുത്ത് പോയിരുന്നു ഖുർആൻ ഓതുവന്നു. ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ അത് ഉള്ളതാണെന്ന് അറിയില്ല. ഞാൻ ഒരിക്കൽ ഉസ്താദിനെ കാണാൻ പോയി, സുഖമില്ലാതെ കിടക്കുമ്പോൾ. ഇവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ട് സത്യമാണോ എന്ന്. എന്റെ തോന്നുന്നു സുൽഫി എന്റെ കൂടെ ഉണ്ടെന്ന്, റഫീഖൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പോയി, ഉസ്താദിന്റെ വീടിന്റെ മുമ്പിൽ ഒരു റൂമുണ്ടായിരുന്നു. അതിനകത്ത് വാപ്പാടെ ആരുടെ ഖബറുണ്ടെന്ന്, അതിന്റെ പരിസരത്ത് ഒരു ഖബർ കുഴിച്ചു. ഇങ്ങനെ എല്ലാവരും പറയുന്നത് കാരണം ഇതിങ്ങനെ മണ്ണിട്ട് കുറച്ച് എന്തോ വെച്ചതിന്റെ മുകളിൽ മണ്ണിട്ട് വെച്ചിരുന്നു. പേടിയില്ലടോ. അവരൊക്കെ പോകുന്നതിന് മുമ്പേ ഒരുങ്ങിയിരുന്നവരാ. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പണ്ഡിതന്മാരും മഹത്തുക്കൾ അപ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അവിടെ ഇവിടെയും കിടന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ സ്വപ്നമാണ് 100ാം വാർഷികം. അൽഹംദുലില്ലാഹ്, സമസ്ത വിളിച്ചു, പോകാൻ തയ്യാറാകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകണം സഹോദരൻ. നിങ്ങളൊക്കെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ദൂരമാണ്. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരെ. ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ അൽഹംദുലില്ലാഹ് 3-5 മണിക്കൂർ പോരെ, 5 മണിക്കൂറുണ്ടൊക്കെ പോയി, 5-6 മണിക്കൂർ. അൽഹംദുലില്ലാഹ്, പോകണം സഹോദര. അൽഹംദുലില്ലാഹ്, നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കുമടോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ, നമ്മൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കും. അതങ്ങനെ അൽഹംദുലില്ലാഹ്. ഏത് ആലപ്പുഴയിലൊക്കെ 90ാം വാർഷികം ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു, പഠിച്ചാൽ അവിടെ വെച്ചാൽ വിജയിക്കുമെന്ന്. ആലപ്പുഴ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട് പോലെ ഒരുപാട് പേരുള്ളവരല്ല. പക്ഷെ അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും വരും. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കും മരിക്കാൻ പേടിയാ. എന്തുകൊണ്ടാ? നീ ഒന്നും ചെയ്യാത്തത് കൊണ്ടാ. അതാ ചരിത്രം പറയുന്നത്, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നപ്പോ ഈ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പൊന്നാര അസ്റായീലെ, 40 കൊല്ലമായി ഞാൻ ഒരുങ്ങിയിരിക്കുക, നീ എപ്പോഴാ വരുന്നത് എന്ന് കാത്തിട്ട്.
40 വർഷമായിട്ട് നീ എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുക. എനിക്ക് ഒരാഗ്രഹമില്ല, പിടിച്ചോളാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളാണെങ്കിലോ ചിന്തിക്കടോ സഹോദര. അതുകൊണ്ട് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ആഗ്രഹം അവൻ പറയുന്നത്, എന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കബറിൽ കൊണ്ടുപോയി, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ കബറിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കല്ലേ, എത്രയും പെട്ടെന്ന് എന്നെ കബറിൽ കൊണ്ടുപോയി കബറടക്ക്. അതാണ് ആ മരിച്ച ജനാസയുടെ, ആ മരിച്ച മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളോട് പറയുകയാ, മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം. അല്ലാതെ ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, അവിടെ കിടക്കുന്നവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന അത്ര നല്ലതല്ല. ഒരാൾ കൂടെ വരാനുണ്ട് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് കാണിക്കുന്നവരെ കാണിക്കുക, കൊണ്ടുപോയി കബറടക്കുക. അത് ആ മയ്യത്തിനോട് കാണിക്കുന്ന കരുണയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് നിർത്താറായോ? 11:30 വാച്ചി നോക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സമയമുണ്ടെന്ന്. എന്തായാലും എനിക്ക് നാളെ വഴുതൊന്നുമില്ല. അൽഹംദുലില്ലാ, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു റെസ്റ്റ് കിട്ടി. അത് നാളെ എനിക്ക് എന്തായാലും ഫ്രീയാ. ഞാൻ വിചാരിച്ചു, പഠിച്ചവനെ എന്തായാലും മഴ പെയ്യത്തില്ല, മഴ പെയ്യുന്ന നാളെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്തിനാ മഴ?